ജൂൺ 2 പാറുക്കുട്ടന്റെ സ്കൂൾ തുറന്നത്. ജൂൺ 10 നമ്മുടെ പിള്ളേർ സെറ്റിന്റെ സ്കൂൾ തുറക്കാൻ പോണത്. ഇനി തൊട്ട് സ്കൂൾ വീഡിയോസ് ആയിരിക്കും. പാറുക്കുട്ടന്റെ കാലത്തെ ഫുഡിങ് അച്ചാച്ചൻ നോക്കിക്കോളുണ്ട്. പാറുക്കുട്ടൻ തന്നെ അല്ല, ഇവർ സ്കൂളിൽ പോകുന്ന സമയത്തായാലും അച്ഛനാണ് ഒരു ഫുഡ് കൊടുക്കുക. കഞ്ഞിയൊക്കെ ആണെങ്കിൽ അച്ഛൻ കോരി കൊടുത്തോളും. ഇവരുടെ കുളിയൊക്കെ നേരത്തെ കഴിച്ചു വെച്ച് അട കൊടുക്കുകയാണ്. ഇന്ന് നമ്മുടെ റവടയാണ് വീട്ടിലുണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഇപ്പൊ ഒരു 1.5 മഴക്കാലമായിട്ടുണ്ട്. നല്ല ഇടി മിന്നലൊക്കെ ആയിട്ട്. അപ്പൊ അതിനെക്കൂട്ടന്റെ സ്വന്തം വീഡിയോസ് കണ്ട് ഇന്ന് പുഞ്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കിച്ചണില് കബോർഡൊക്കെ ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കട്ടനായിട്ട്. ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മേടിച്ചതാണ്. അത് അവിടെ പോയിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചിടും. ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ സ്കൂൾ തുറക്കണേക്കാളും മുന്നേ മേടിച്ച ബാഗായിരുന്നു. ഇത് കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബാഗ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു ചോറ്റുപാത്രമാണ്. ഇത് ചതുരത്തിലുള്ള സ്റ്റീലിൻ്റെ ചോറ്റുപാത്രം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ്. അതിനുള്ളിൽ തന്നെ കറിപ്പാത്രം വരുന്നുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചതുരത്തിലുള്ള ചോറ്റുപാത്രം. പക്ഷെ അമ്മ എനിക്ക് 5ാം ക്ലാസ് ഇട്ടിട്ട് ഞാനൊരു 10 വരെ റൗണ്ടിലുള്ള സ്റ്റീലിന്റെ പാത്രമായിട്ട് കൊണ്ടുപോകുന്നത്. കാരണം എപ്പോഴും പേടിക്കായിരുന്നു, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അതപ്പോൾ പാറുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു കേട്ടോ. പിന്നെ നല്ല പെടയ്ക്കണ അയല കിട്ടി. അത് വേഗം നന്നാക്കി 5 കറിക്കുള്ള പരിപാടികളൊക്കെ അടുക്കളയിൽ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 എണ്ണം മാറ്റി വെച്ച് വറുത്തു. കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കുളിപ്പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാളും മുന്നേ സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്നും അടക്കി ഒതുക്കി വെക്കാനുണ്ട്. ഇനി 2 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ പിള്ളേരുടെ സ്കൂൾ തുറക്കാനായിട്ട്. അവർ പോയാൽ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത്രയുള്ളൂ ഗൈസ്. അടുത്ത വീണ്ടും കാണാം. See you.